ഉപ്പുമാങ്ങ ചമ്മന്തി വെറൈറ്റി ആണല്ലോ. ആയോ? ആ, അപ്പം ഇതായിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ചതയ്ക്കാൻ പോവാണേ. ചെറുതായിട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി അതൊന്നും കൂടി ഗായ്സ്. അപ്പം നമ്മുടെ സമ്മന്തി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഉപ്പുമാങ്ങ സമ്മന്തി. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. ഈ ആണല്ലേ? ആയ മമ്മി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സൂപ്പറാ. അടിപൊളി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവർ രണ്ടുപേരും കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു നോക്കാം. പറയൂ. ഉപ്പുമാങ്ങ ചമ്മന്തി വെറൈറ്റി ആണല്ലോ. അത് ശരി. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ കാശ്മീരി മുളക് പൊടി, പച്ചമുളക്, കാന്താരി മുളക് അല്ലേ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പിന്റെ ഇല, ഉപ്പ്, വെളിച്ചെണ്ണ. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പം ആ, നമ്മൾ ഉപ്പിലിട്ട് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഉപ്പുമാങ്ങ. നല്ല ടേസ്റ്റാ. അപ്പം ഉപ്പുമാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? ഓക്കെ. അപ്പം ഒന്ന് തുടങ്ങാം ആണോ? ഓക്കെ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇവനെ നമ്മൾ കീറിയിട്ട് നമ്മുടെ മാങ്ങാണ്ടി എടുത്ത് മാറ്റും. ഓഹോ. എന്നിട്ട് അതിന്റെ പൾപ്പ് മാത്രം എടുക്കുക. എന്നിട്ട് ചതച്ചിട്ട് മാറ്റി വെക്കല്ലേ? നമ്മള് ഉള്ളി, ഇഞ്ചി, പിന്നെ കാന്താരി, വെളുത്തുള്ളി, കാശ്മീരി ഇതിലിട്ടിട്ടാണ് കേട്ടോ നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ഉടയ്ക്കൂലേ? കൂട്ടി നമ്മൾ ചതയ്ക്കും. ചതച്ചിട്ട് ഇതിൽ ഈ ഉപ്പുമാങ്ങയിൽ മിക്സ് ചെയ്യും. ഒപ്പം നമ്മുടെ ഈ കാശ്മീരി പൊടി എടുത്തു. ഓക്കെ. എന്നിട്ട് അവനൊക്കെ കൂടി വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കും. ഓക്കെ, കാണിക്കാം. കാണിക്കാം കേട്ടോ. ഓക്കെ. ഗൈസ്, നമ്മൾ നമ്മുടെ ഉപ്പുമാങ്ങ എന്താ പറയുക, അതിൻ്റെ അണ്ടി മാറ്റിയിട്ട് അതായത് കുരു കാണുന്നുണ്ട്. ഓക്കെ. ഇനി എന്താ പരിപാടി? നമ്മൾ ചതയ്ക്കാൻ പോവാ അല്ലേ? കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, ഇതും അല്ലേ? അപ്പം ഇതോ? ഇത് നമ്മൾ ഡയറക്റ്റ് മിക്സ് ആണോ? അതിപ്പോൾ ആഡ് ചെയ്യണോ? ആണല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അതിന് ഉപ്പുമാങ്ങ നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റിയല്ലോ. അതിന് മാങ്ങാണ്ടി എടുത്ത് മാറ്റി അതിന് പൾപ്പ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിലൂടെ ഈ മൂന്നെണ്ണം ഇടിച്ചിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും. ഇതിലേക്ക് ആഡ് ചെയ്യും അല്ലേ? എന്നിട്ട് അതിന്റെ മേലെ തന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യും. എന്നിട്ട് കൈ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവനൊരു തിരുമ്പാണ്. ഓക്കെ. പിന്നെ വേണ്ടത് മാത്രം എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്താൽ മതി. കാരണം ഉപ്പുമാങ്ങയിൽ ഉപ്പുണ്ടാവും. ഓക്കെ. അപ്പം ഞങ്ങൾ ചതച്ചതിന് ശേഷം കാണിച്ചു തരാം. രാവിലെ പോയിട്ട് പറിച്ചുകൊണ്ട് വന്ന പച്ചമുളകാണ്, കാന്താരി മുളക്. അപ്പം അതിന്റെ വാല് കളയുന്നുണ്ടല്ലേ? ബാക്കി അത് അവിടെ ഉണ്ട്. ഓക്കെ. എത്ര വേണ്ടി വരും? ഇത് നല്ല എരിവുള്ളതാണേ. ആണോ? ആണോ? ഓ, ചെടികൾക്ക് ഫീലിംഗ് ഒക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ നമ്മൾ ഈ പഴങ്ങളൊക്കെ പറിക്കുമ്പോ അതിന് സങ്കടാവൂലേ? അത് നമുക്ക് തരുന്നതല്ലല്ലോ, അത് അതിന്റെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്നതല്ലേ? ഒന്നും പറയുന്നില്ല. ഓക്കെ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനിയാ വെളുത്തുള്ളിയും ഇഞ്ചിയും. വെളുത്തുള്ളി, ഇഞ്ചി ഇത് ചതച്ചതിന് ശേഷം കാണിച്ചു തരാം. ചതച്ചതിന് ശേഷം ആഡ് ചെയ്യൂ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചതച്ചതിന് ശേഷം കാണിച്ചു തരാം. വേറെ ഇടിക്കാം അല്ലേ? ആയോ? ആ, അപ്പം ഇതായിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ചതയ്ക്കാൻ പോവാണേ.
ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇവിടെ ഉണ്ട്. ഉള്ളി ചെറുള്ളിയും കറിവേപ്പിലയും ചതച്ചത് ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യാൻ പോവാ അല്ലേ? ഓക്കെ, നടക്കട്ടെ. ഓക്കെ, ഓക്കെ. കാന്താരി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ആഡ് ചെയ്യാനായോ? ഓക്കെ, മുളക് പൊടി ആഡ് ചെയ്യാൻ പോവാണേ കുറച്ച്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഉടക്കും. ചെറുതായിട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി അതൊന്നും കൂടി ഉടച്ചെടുക്കണം. ഉപ്പുമാങ്ങ ചമ്മന്തി ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. പുട്ട് കണ്ടോ? കടലക്കറി പുട്ടും. ഓക്കെ, കുറ്റിപ്പുട്ടാക്കാൻ ചിരട്ടപ്പുട്ട് തന്നെയല്ലേ മെയിൻ. എളുപ്പമാണേ. ആയ മമ്മി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സൂപ്പറാ ആണോ? നോക്കട്ടെ, കഴിച്ചോട്ടെ. അടിപൊളി. കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടി പിടിക്കാം. ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കറക്റ്റ് ഉപ്പാ. പറ്റിയ സാധനം. കൊള്ളാം. അപ്പൊ എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇത് മതി, കൊള്ളാം. അല്ല, എവിടെ ഉപ്പുമാങ്ങ ഭരണി ഉപ്പുമാങ്ങ ഇട്ടത് കാണിച്ച ഗായ്സ്. അപ്പൊ നമ്മുടെ സമ്മന്തി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഉപ്പുമാങ്ങ സമ്മന്തി. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. കണ്ട ആണല്ലേ? ഓക്കെ, അടച്ചു വെച്ചോളൂ. അത് ശരി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഈസിയാണ്. നമ്മളിപ്പോൾ ഇത്രയും എന്താ പറയുക അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇതിലേക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും നീളം കൂടിയത്. പെട്ടെന്ന് ഉപ്പുമാങ്ങ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കാട്ടോ. അത് ഉള്ളിച്ചമ്മന്തി മാങ്ങല്ലായിരുന്നു. അത് അടിപൊളിയായിരുന്നു. മിക്സിയിലിട്ടിട്ട് അടി അടിച്ചാലും മതി അല്ലേ? മാങ്ങണ്ടി ഒഴിവാക്കിയിട്ട്. പക്ഷെ ഇത് പിന്നെ കൈ കൊണ്ട് ഉടച്ചുകൊണ്ട് ആ ഒരു കറക്റ്റ് നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഉച്ചക്ക് കഞ്ഞി ആയിരിക്കുമല്ലേ മിക്കവാറും? ചോറ. ഓക്കെ, ഇത് കഞ്ഞിക്ക് നല്ല രസം ഉണ്ടാവും. ഇതും ചുട്ട പപ്പടവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പരിപാടിയാണ്. വീട്ടിൽ ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഉപ്പുമാങ്ങ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഡിഷസ് അടുത്ത ദിവസങ്ങളിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അത് ചേച്ചിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങോട്ട് വരും. ഉപ്പുമാങ്ങ തരും. ഉപ്പുമാങ്ങ സാധനം ഉണ്ട്, വേണ്ടവർക്ക് വരാട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടുപേരും ബൈ പറഞ്ഞോളൂ. ബൈ ഗൈസ്, ബൈ.